ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് നാഗ്പൂർ വെച്ചാണ് അവസാനിച്ചത്. നാഗ്പൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗ്പൂർ ഞങ്ങൾ റൂം എടുത്തത് കുറച്ച് ഔട്ടർ ആയിട്ടാണ് കേട്ടോ. 120 കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് നമ്മൾ റൂം എടുത്തത്. സോ ഞങ്ങളുടെ വിചാരം ഒരു 120 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, നമുക്ക് അടുത്ത ദിവസം ഓടി പിടിക്കാന്നുള്ള രീതിയിലാണ് ചെയ്തത്. പക്ഷേ അന്നേ ദിവസം ലൂബ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കി. സഞ്ജയുടെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ ബെയറിങ് പോയി കേട്ടോ, ഫുള്ളായിട്ട് പോയി. അവൻ്റെ വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. സോ അടുത്ത ദിവസം രാവിലെ എണീറ്റ് ഒരു വർക്ക്ഷോപ്പ് തപ്പിപ്പിടിച്ച് പോകുന്ന പോക്കാണിത്. സോ ഇത് കഴിഞ്ഞിട്ടേ ഇനി ട്രിപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഇന്നത്തെ ആദ്യത്തെ പണി നമ്മുടെ ഡൊമിനാറിൻ്റെ വീൽ ബിയറിംഗ് പോയിട്ടോ. भाई मेरा വണ്ടി ചെയിൻ ടൈറ്റ് കരോ പൊടിഞ്ഞു. അതെയോ? മാറ്റിയില്ലടാ, എവിടെ കൊടുത്തു? ചെറിയ വർക്ക്ഷോപ്പ് ആണല്ലേ? ചെറിയ വർക്ക്ഷോപ്പ് ആണല്ലേ? ചെറിയ വർക്ക്ഷോപ്പ് ഒരു നന്നായി പണി എടുക്കുക. പണി അറിയൂടാ? പണി അറിയില്ല, അറിയില്ല. വെള്ളമില്ല. നോക്കാം, ഇതിപ്പോ നോക്കിട്ട് എന്തായി. സത്യം ആമാർക്ക് അറിയില്ലടാ, ചെയ്യില്ല. नहीं इसको ये करके ऐसा रखते हैं ना, ये ऐसा बेंड नहीं होना ना, ये गैप रहेगी. ശരി ചേട്ടാ, ഇവിടെ ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് പുള്ളിയുടെ വർക്ക്ഷോപ്പ് കേട്ടോ. കൊച്ചു വർക്ക്ഷോപ്പാണ്, പക്ഷെ കൊച്ചു വർക്ക്ഷോപ്പാണെങ്കിലും പണി നന്നായി ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് പണി എടുത്തിട്ടുണ്ട്. പക്ഷെ കട തുറക്കാൻ ഒരു 11 മണിയായി. നമ്മൾ 11 മണി കഴിഞ്ഞിട്ടാണ് പണിക്ക് കയറ്റിയത്. ഇനിയിപ്പോൾ എന്തായെന്ന് നോക്കാം. അങ്ങനെ വണ്ടിയുടെ പണികളെല്ലാം തീർത്ത് വീൽ ബെയറിംഗ് എല്ലാം സെറ്റ് ചെയ്ത് പുതിയതാക്കി. രാഹുലിന്റെ വണ്ടിക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ചെയിൻ പോക്കറ്റിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതും ശരിയാക്കി പതുക്കെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. പുള്ളി ഒരു 11 മണിക്കാണ് കട തുറന്നത് തന്നെ. സോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ പണിയെല്ലാം തീർന്ന് വരുമ്പോഴത്തേക്കും ഒരു 1:30 ആയി. 1:30 ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും സാഗർ എത്താൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 400 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇനിയൊരു ഉള്ള 5 മണിക്കൂർ കൊണ്ട് ഓടെത്തുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. സോ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഇവിടുന്ന് നേരെ നാഗ്പൂർ മെയിൻ സിറ്റിയിലോട്ട് പോവുക. ഇതിപ്പോൾ ഔട്ടർ ആണല്ലോ. മെയിൻ സിറ്റിയിലോട്ട് പോയിട്ട് അവിടെ സ്റ്റേ അടിച്ച് അത്യാവശ്യം സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മേടിക്കാം, എന്നിട്ട് ഫുൾ റെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. വേറെ വഴിയില്ല, വണ്ടിക്ക് പണി വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല. വണ്ടിക്ക് പണി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് അത് പെട്ടെന്ന് തീർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായാലും വലുതായാലും പണി വേഗം തീർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 8 തൊട്ടും 16 തൊട്ടും 24 പണി നമുക്ക് തിരിച്ചു കിട്ടും. സോ വണ്ടി ശരിയാക്കുക എന്നുള്ള ഒരു പ്രയോറിറ്റിയാണ് അവിടെ ഞങ്ങൾ മുൻതൂക്കം കൊടുത്തത്. സോ വേറെ വഴിയില്ല. അപ്പൊ ഇനി നേരെ നാഗ്പൂർ സിറ്റിയിലോട്ട്, മെയിൻ സിറ്റിയിലോട്ട് പോവുക.
അധികം കിലോമീറ്റർ കവർ ചെയ്യാനില്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ക്രൂസ് ചെയ്യുന്നത്. സോ അടുത്തുള്ള ഒരു ചായക്കട കണ്ടപ്പോൾ പതിയെ വെറുതെ നിർത്തിയതാ, ചായ കുടിക്കാന്ന് വെച്ചിട്ട്. അത്ര കിലോമീറ്റർ ഒന്നും കവർ ആയില്ല, എന്നാലും നിർത്തി. ഹലോ ഗൈസ്, ഞങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് നാഗ്പൂർ എത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനാണ് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടൊന്നല്ല, ഓടിയിട്ട് എത്തുന്നില്ല ഗൈസ്. ഇനി അതിനുള്ള സൊല്യൂഷനാണ് ഞങ്ങളിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഇന്ന് വൈകുന്നേരത്തുള്ളിൽ എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്തിയാൽ അവിടെ വെച്ച് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. കഷ്ടകാലം പാമ്പായും പൂച്ചയായും പഴുതാരയായും പുഴുവായും ആപ്പളിലൂടെയും പൂവിലൂടെയും വെള്ളത്തിലൂടെയും ആകാശത്തിലൂടെയും വരുമെന്ന് കേട്ടിട്ടുണ്ട്. എന്ന അവസ്ഥയാണ് ഇപ്പൊ നമുക്കുള്ളത്. വണ്ടി കേടായി, സമയം കുറെ പോയി, റൈഡ് മുടങ്ങി, ഒരു ദിവസം പോയി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇതേ അടുത്ത ആള് വരുന്നത്. നല്ല മഴ കിട്ടി, കുഴപ്പമില്ല. എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു. കാരണം നമുക്ക് അത്ര കിലോമീറ്റർ കവർ ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ റെയിൻകോട്ടൊക്കെ വലിച്ചങ്ങ് കയറ്റി നേരെ വിട്ടു. പക്ഷെ നല്ല എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ മഴയ്ക്ക്. കാരണം നമുക്ക് ഒരു ധൃതി ഉണ്ടായിരുന്നില്ല. നമുക്കിപ്പോ മഴ വന്നാലും കുഴപ്പമില്ല, മഴ വന്നില്ലേലും കുഴപ്പമില്ല എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നല്ലോ. കാരണം അത്ര കിലോമീറ്റർ കവർ ചെയ്യാനില്ല. സോ അതുകൊണ്ട് മഴയൊക്കെ നമ്മൾ ആസ്വദിച്ച്, ആകാശവും ഭൂമിയും എല്ലാം ആസ്വദിച്ച് ചുറ്റുപാടും നോക്കി ബ്രേക്ക് എടുത്ത് എന്താ പറയാ, ഈ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. ഏകദേശം ഒരു 135 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 4-5 മണിക്കൂർ എടുത്തു. അപ്പൊ ആലോചിക്കും ഞങ്ങളുടെ ലേസിനെസ് അല്ല, നമുക്ക് പതിയെ പോയാൽ മതിയായിരുന്നു. കാരണം ഒരുപാട് നേരത്തെ അവിടെ പോയി ചെന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാന്നേ ഉള്ളൂ. ഈ ബ്രഷ്, കാര്യങ്ങൾ, പേസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും മേടിക്കുക. അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും അവിടെ പോയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ തന്നെ നോക്കി. ഇനിയിപ്പോൾ വണ്ടിയുടെ കാര്യം ഒന്നും നോക്കാനല്ല, ഇനി സ്വയം നോക്കാനുള്ളൂ. ഇനിയിപ്പം അത്രയും സ്പീഡിൽ പോയത് കൊണ്ട് വേറൊരു ഉപകാരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോവാത്തത്. അല്ലെങ്കിലും സ്പീഡ് കൂട്ടുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മൾ പ്രകൃതിയൊക്കെ എൻജോയ് ചെയ്ത് അങ്ങ് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തനിയെ എന്താ പറയുക, ആ ഒരു ട്രിപ്പിൻ്റെ മോഡിലേക്ക് നമ്മൾ തിരിച്ചു വരും. സോ മഴേനെയും കാറ്റിനെയും റോഡിനെയും ആകാശത്തെയും എല്ലാത്തെയും നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് റൈഡ് മുന്നോട്ട് പോയത്. പിള്ളേരും ഹാപ്പി, ഞാനും ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഇത് കണ്ടോ, നമ്മൾ ഒരു ധൃതിയില്ലാതെ പതിയെ അങ്ങ് റൈഡ് കണ്ടിന്യൂ ചെയ്തു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ എല്ലാ എപ്പിസോഡും കണ്ടിട്ട് അടുത്ത എപ്പിസോഡിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് നിങ്ങളെല്ലാവരും എന്ന് എനിക്കറിയാം. എനിക്ക് ഒരുപാട് കമൻറ്റും കിട്ടി എന്തുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തതെന്ന്. നമ്മൾ മല കയറി, അതായത് മൗണ്ടൻ കയറി, ഇപ്പോൾ ഏകദേശം 10-12,500 അടി മുകളിലാണ് നിൽക്കുന്നത്. 12 അല്ല, അതിൽ കൂടുതലാണ്. എക്സാക്ട് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. സോ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനം എപ്പോഴേലും വന്നു, ഈ മെയിൻ സിറ്റികളിൽ മാത്രമേ വരുന്നുള്ളൂ. സോ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെ ചെന്ന് എത്തുന്നോ അവിടെയാണ് നമ്മൾ സ്റ്റേ അടിക്കുന്നത്. സോ ആ സ്റ്റേ അടിക്കുന്ന സ്ഥലത്ത് നെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ ഒന്നും സ്റ്റേ ചെയ്ത സ്ഥലത്ത് നമുക്ക് ഒട്ടും നെറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ വൈകുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും അല്ല. അപ്ലോഡിങ് ലേറ്റ് ആവാൻ സിൻസിയർ അപ്പോളജൈസ് ചോദിക്കുകയാണ്. അപ്പൊ ഇനിയും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലഞ്ചൊന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു 4 ആയപ്പോ ഒരു ഹോട്ടൽ കണ്ടു, ഒന്ന് സൈഡാക്കി. कैमरा है, देखा नहीं है क्या ये? पहली बार तो देख रहा हूँ, गाड़ी पहली बार देखा हूँ। गाड़ी पहली बार देख रहे हो? वो आता है वो खास वाला, पर उधर भी ज्यादा नहीं चलता ना। अच्छा, आपको इंग्लिश भी आते है? हाँ, इंग्लिश भी आता है? इंग्लिश आता है? यस। अच्छा, कितने तक पढ़ाई की है आप? ग्रेजुएशन है, कितने तक? बीए सेकंड ईयर। बीएससी? बीए सेकंड ईयर है। बीए सेकंड ईयर तक? क्यों थर्ड ईयर क्यों नहीं किया? अरे यार तुम मेरा गाड़ी वो गाड़ी लेके आओ इसके अंदर। ये आपका है? नहीं, गाड़ी लेके आया मैं। गाड़ी लेके आए हो? कौन सा? वो अंदर लगा चार्जिंग वाला। ट्रक है क्या? नहीं, छोटा गाड़ी, बैटरी वाला। अच्छा सामान लेके आया हूँ। अच्छा, ये ऐसा बनाने वाला, ये बनाते ना, ये बनाएंगे हमारे आदमी आएंगे, ये बनाएंगे। आप ट्रैवल करते हो? हाँ, ट्रैवल करते हो? पर अभी बंद कर दिया, अभी उम्र नहीं है ना। घूमा कहीं? हाँ घूमने के लिए शौक है?
अरे पर क्या करें, अब कहाँ घूमेंगे हम, कैसे घूमेंगे हम, जा नहीं सकते ना। बाइक पसंद आए? ओके, जस्ट ओके. നമ്മൾ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അടുത്ത് വന്ന ഒരു ചേട്ടനായിരുന്നു കേട്ടോ ഇത്. നേരെ വന്ന് ദാൽ ചപ്പാത്തി ഓർഡർ ചെയ്തു. ഫുഡ് വരുന്ന ഗ്യാപ്പിൽ നമ്മളൊരു ഹോട്ടലും ബുക്ക് ചെയ്തു. നിയർ ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ്. സോ നാഗ്പൂർ മെയിൻ സിറ്റിയിൽ തന്നെ നമുക്ക് റൂമും കിട്ടി. ഫുഡ് കഴിച്ച് നേരെ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ 5ാമത്തെ ഡേയും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. റൂമിലെത്തി കേട്ടോ. 2 റൂമായിട്ടാണ്. വീൽ ബെയറിംഗ് മാറിയതിന് എത്ര രൂപയായിട്ടുണ്ടെന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. സോ 350 രൂപയാണ് അതിനായത്. ബാക്കി റൂം സെയിം 750 പെർ ഹെഡ്. അധികം റൈഡ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ വേറെ എക്സ്പെൻസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.